ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറിയോ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം മാസം പലത് പിന്നിട്ടിട്ടും കാര്യമായ പുരോഗതിയില്ലാതെ നീളുന്ന സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 60 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന നിയമപരമായ ആനുകൂല്യമാണ് ഇവർക്ക് തുണയാകുന്നത്. ജയിൽ മോചിതരാകുന്ന രണ്ടുപേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17-ന് ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പിന്നീട് പിടിയിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെയും റിമാൻഡ് കാലാവധി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാൻ SITക്ക് സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N വാസു, A പത്മകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധിയും ഉടൻ 60 ദിവസം തികയുന്നതോടെ പ്രതികളെല്ലാം തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പഴുതുകൾ ഒരുങ്ങുകയാണ്. 3 മാസത്തോളമായി തുടരുന്ന അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചെന്നോ എത്രത്തോളം നഷ്ടപ്പെട്ടെന്നോ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന്റെ പരാജയമായി വിലയിരുത്തുന്നു. കേസിൽ വൻ തോക്കുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഹൈക്കോടതി തന്നെ സൂചന നൽകിയിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെക്കുറിച്ച് വ്യക്തത വരുത്താൻ SITക്ക് സാധിച്ചിട്ടില്ല. അന്വേഷണത്തിനായി ഹൈക്കോടതി അനുവദിച്ച സമയം തീരാൻ ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി N വാസു സുപ്രീം കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഉന്നതരുടെ വിവരങ്ങൾ കൈവശമുണ്ടായിട്ടും അവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മടിക്കുന്നത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ADGP H വെങ്കടേഷിനെ മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്താൻ ഹൈക്കോടതി തയ്യാറായേക്കുമെന്ന ചർച്ചകളും പോലീസ് വൃത്തങ്ങളിൽ സജീവമാണ്. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് CBIക്ക് വിടണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ ചെയ്തതോടെ സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സ്വതന്ത്രമായ അന്വേഷണം വെല്ലുവിളിയായതിനാൽ കേസ് ഒഴിഞ്ഞുകിട്ടാൻ പോലീസിനും താൽപര്യമുണ്ടെന്നാണ് സൂചന. എന്നാൽ CBI അന്വേഷണം വന്നാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. BJP CBI അന്വേഷണത്തിനായി കരുക്കൾ നീക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം നിർണായകമാകും. ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ള എന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ശ്രീകോവിലിലെ പ്രഭാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന സ്വർണവും മോഷ്ടിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 7 പാളികളിലെ സ്വർണം നഷ്ടമായി എന്നാണ് കണ്ടെത്തൽ. ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നു എന്നാണ് റിപ്പോർട്ട്.